എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. സൗജന്യ കിറ്റുമായി ബന്ധപ്പെട്ട വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് വരാം. വിഷു എത്തിയെങ്കിലും വിരുന്നുണ്ണുവാനുള്ള സർക്കാരിൻ്റെ സ്പെഷ്യൽ കിറ്റ് എത്തിയത് ആകെയുള്ള 90 ലക്ഷത്തിൽ പരം റേഷൻ കാർഡ് ഉടമകളിൽ 14.71 ലക്ഷം പേരുടെ വീട്ടിൽ മാത്രമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈസ്റ്റർ സ്പെഷ്യൽ കിറ്റിനെ കുറിച്ച് കെട്ടിഘോഷിച്ചു പ്രചരണം നടത്തിയെങ്കിലും വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ കിറ്റ് വിതരണത്തിൻ്റെ താളം തെറ്റിയിരിക്കുകയാണ്. ആവശ്യത്തിന് കിറ്റ് കടകളിൽ എത്താത്തതിനാൽ പല കാർഡ് ഉടമകളും നിരാശരായി മടങ്ങുകയാണ്. മാർച്ച് മാസത്തെ കിറ്റ് വിതരണം പൂർത്തിയാക്കാതായതാണ് ഏപ്രിൽ മാസത്തെ സ്പെഷ്യൽ കിറ്റ് വിതരണം ആരംഭിച്ചത്. നിലവിൽ 2 കിറ്റുകളും ആവശ്യത്തിനു റേഷൻ കടകളിൽ എത്തിയിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് റേഷൻ കാർഡ് ഉടമകൾക്ക് കിറ്റ് നൽകുന്നതിനെക്കുറിച്ച് LDF വ്യാപക പ്രചാരണം നടത്തിയിരുന്നു. ഏപ്രിലിലെ സ്പെഷ്യൽ കിറ്റ് വാങ്ങണമെന്നു ജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ പ്രവർത്തകർക്ക് നിർദ്ദേശവും നൽകി. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ കടകളിൽ വൻ തിരക്കും അനുഭവപ്പെട്ടു. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ കിറ്റുമില്ല, തിരക്കുമില്ല എന്ന സ്ഥിതിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയതിനെതിരെ നിയമയുദ്ധം നടത്തി വിതരണത്തിന് അനുമതി നേടിയെടുത്ത സ്പെഷ്യൽ അരിയുടെ വിതരണവും സ്തംഭിച്ച മട്ടാണ്. മുൻഗണനാ ഇതര വിഭാഗങ്ങളിൽ വരുന്ന നീല വെള്ള കാർഡ് ഉടമകൾക്ക് കിലോയ്ക്ക് 15 രൂപ നിരക്കിൽ 10 കിലോ അരി നൽകുമെന്നാണ് പ്രഖ്യാപനം. 2 വിഭാഗങ്ങളിലും കൂടി 50 ലക്ഷത്തിൽ പരം കാർഡ് ഉടമകൾ ഉണ്ടെങ്കിലും ഇതുവരെ അരി കിട്ടിയത് 1.94 ലക്ഷം കാർഡ് ഉടമകൾക്ക് മാത്രമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ എല്ലാവർക്കും നമുക്ക് വീണ്ടും കണ്ടുപിടാം. അതുവരേക്കും എല്ലാവരോടും ഗുഡ് ബൈ.